ഹായ് മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. ഓണം എക്സാമിന് മാത്രമല്ല, ഫൈനൽ പരീക്ഷയ്ക്കും ഈ ടൈപ്പിൽ നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതല്ല, എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചോദ്യം എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. പേജ് നമ്പർ 22 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈസ് 101 a term of this arithmetic sequence 13, 24, 36 etc. What about 1001? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 13, 24, 36 എന്നിങ്ങനെ പോകുന്നുള്ള ആ സീക്വൻസിലെ ഒരു ടേം ആണോ 101, അതായത് 101 ആ സീക്വൻസിലെ ഒരു ടേം ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താ ചോദ്യം പറയുന്നുള്ളത്? 1001 ഇതിലൊരു ടേം ആണോ എന്നാണ് ചോദിക്കുന്നുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ ഇത് എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇവിടെ d ഈക്വൽ ടു 24 മൈനസ് 13 എത്രയാണ്? 11 ആണ് അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് 11. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് എന്താ ക്വസ്റ്റ്യൻ വരുന്നില്ല, 101 ഇതിലൊരു ടേം ആണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? 101 ഇസ് എ ടേം ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 101 നിന്ന് ഈ സീക്വൻസിൽ ഏതെങ്കിലും ഒരു നമ്പർ മൈനസ് ചെയ്യാം. അപ്പം നമുക്ക് ആ ഫസ്റ്റ് ടേം തന്നെ മൈനസ് ചെയ്ത് നോക്കാം. അതായത് 101 മൈനസ് 13 എത്രയാണ് ആൻസർ? 88 കിട്ടും അല്ലേ? ഈ 88 നമ്മൾ കോമൺ ഡിഫറൻസ് 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അത് മൾട്ടിപ്പിൾ ആണെങ്കിൽ 101 ഇതിലൊരു പദമായിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇത് ഈ 88 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 88നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്ര ടൈംസ് കിട്ടും? 8 11s are 88 അല്ലേ? നമ്മൾ ആൻസർ എത്രയാണ്? 8. അപ്പം ഇതെന്താണ്? 11ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? 101 എന്ന് പറയുന്നത് 9th ടേം ഓഫ് ദിസ് സീക്വൻസ്. ഇതിലെ ഒരു പദമാണ്. എത്രാമത്തെ പദം കൂടിയാണ്? ഇത് 8 ആണെങ്കിൽ നമ്മളെ ഈ 101 എന്ന് പറയുന്ന, അതായത് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തിട്ടാകുമ്പോഴാണ് നമുക്ക് 88 കിട്ടുന്നത് അല്ലേ? അപ്പോൾ അതിനൊന്ന് ഫസ്റ്റ് ടേം കൂടി ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 101 എന്ന് പറയുന്നത് 9th ടേം ആണ്. ക്ലിയർ അല്ലേ? 9th ടേം ആണ് ഈ 101 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമുക്കതെങ്ങനെ എഴുതാം? 88 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. സോ അല്ലെങ്കിൽ therefore 101 ഈസ് 9th term of this sequence. ഓക്കെ അല്ലേ? ഓഫ് ദിസ് സീക്വൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ. അത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ് പറയുന്നത്? 1001 ഇതിലൊരു പദമാണോ എന്നാണ് ചോദിക്കുന്നത്. 1001 13 നമ്മൾ എന്ത് ചെയ്യുക? അതായത് ഈ 13 ഏതാണ്? ഫസ്റ്റ് ടേം. മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര ആൻസർ കിട്ടും? 988. ഇതെന്താണ്? 11ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ലല്ലോ, ഇത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പം എന്ത് ചെയ്താൽ നമുക്ക്? 988 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. Therefore 1001 is not a term of this sequence. ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഒന്നുകൂടി പറയാൻ എന്ത് ചെയ്യുക? അതൊരു പദമാണോ എന്ന് ചോദിച്ചാൽ അതിൽ നിന്നും ആ തന്നിരിക്കുന്ന സീക്വൻസിലത്തെ ഏതെങ്കിലും ഒരു ടേം ആ പദത്തിൽ നിന്നും മൈനസ് ചെയ്യുക. ആ കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കാം. മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ അതിലെ ഒരു ടേം ആയിരിക്കും. അല്ലെങ്കിൽ എന്തല്ല, മൾട്ടിപ്പിൾ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസിൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അതെന്തായിരിക്കും? ആ തന്നിരിക്കുന്ന ടേം ആ സീക്വൻസിലൊരു തന്നിരിക്കുന്ന നമ്പർ ആ സീക്വൻസിലെ ഒരു ടേം അല്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമുക്കിതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യനായ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 11, 22, 33
എക്സ്ട്രാ. ഇവിടെ എന്താണ് 123 is a term of this sequence. അപ്പോൾ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? 123 മൈനസ് 11. 123 മൈനസ് 11 എന്തായിരിക്കും ആൻസർ? 112 അല്ലേ? 112 ആണ്. ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 11 തന്നെയാണ് അല്ലേ? അപ്പം ഇവിടെ ഡി എത്രയായിരുന്നു? 11 ആയിരുന്നു. കാരണം 22 മൈനസ് 11 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 11. അങ്ങനെയാണെങ്കിൽ നമുക്കിത് എത്ര കിട്ടി? 112. ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ലല്ലോ. എന്ത് ചെയ്യാ? 112 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. Therefore 123 is not a term of this sequence. ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നന്നായി പഠിച്ചോളാം.